നമസ്കാരം. ദ പ്രസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 പത്രങ്ങളിലൂടെയുള്ള ഓട്ടപ്രദക്ഷിണം തന്നെയാണ് ഇന്നും. മാതൃഭൂമി, ഗൾഫ് മാധ്യമം, സിറാജ് എന്നീ പത്രങ്ങളാണ് ഇന്നും നമ്മൾ വാർത്തകളുടെ വിശകലനത്തിനായി എടുക്കുന്നത്. 3 പത്രങ്ങളിലും ഇന്ന് ഒന്നാം പേജിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഗാസയിൽ സമാധാനം പുലർന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ ഗാസയിൽ സമാധാനം പുലർന്നുവോ എന്ന ചോദ്യം ഉയർത്തുകയാണ് മാധ്യമവും അതുപോലെ തന്നെ സിറാജും. രണ്ടിൻ്റെയും ഒന്നാം പേജിൽ തന്നെ ഗാസ കരാർ മഷി ഉണങ്ങും മുമ്പ് വീണ്ടും ഇസ്രായേൽ ആക്രമണമെന്ന് സിറാജ് അതിൻ്റെ ഒന്നാം പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ, ഗാസയിൽ 7 മരണമെന്നാണ് മാധ്യമം അതിൻ്റെ ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. കാരണം ഗാസയിൽ 2 ഇടങ്ങളിലായി ഇന്നലെ ഇസ്രായേൽ ആക്രമണം നടത്തിയതാണ് ഈ വാർത്തയുടെ കാതൽ. ശുജയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഗാൻ യൂനിസിലെ അൽഫുഗാരിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാളും കൊല്ലപ്പെട്ടു. ഇങ്ങനെ 7 പേർ ഇന്നലെ ഗാസയിൽ സമാധാന കരാർ നിലവിൽ വന്ന ശേഷം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് ആണ് പ്രാധാന്യത്തോടു കൂടി തന്നെ 2 പത്രങ്ങളും നൽകിയിരിക്കുന്നത്. ഒപ്പം ഗാസ കരാറിൻ്റെ ഭാഗമായുള്ള മറ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അതായത് ആദ്യ ദിവസം ബന്ദികളെ മോചിപ്പിച്ചുവെങ്കിൽ 2ാം ദിവസം മൃതദേഹങ്ങൾ, കസ്റ്റഡിയിൽ മരണപ്പെട്ടവരുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പരസ്പരം കൈമാറാൻ തുടങ്ങിയിരിക്കുന്നു. 45 ഫലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം ഈജിപ്ത് ജയിൽ അധികൃതർക്ക് കൈമാറിയത്. അത് അധികം വൈകാതെ ഹമാസ് അല്ലെങ്കിൽ ഗാസക്കാർക്ക് കൈമാറും, റെഡ് ക്രസൻറ്റിന് കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ പരസ്പരം കൈമാറാനുണ്ട്. ഇതാണ് മാധ്യമവും അതുപോലെ സിറാജും ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോമൺ വാർത്ത എന്ന് പറയാവുന്നത്. 3 പത്രങ്ങളിലും ഒരുപോലെ ഇത്തവണയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ഒരു വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശബരിമല സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികളിലെ സ്വർണം കാണാതെ പോയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. നടപടി തുടരുന്നു എന്നാണ് മാധ്യമം നൽകിയിരിക്കുന്നത്. അതായത് ഇത് കാണാതായതിലുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ്, അച്ചടക്കം നടപടികൾ തുടരുകയാണ്. ഇന്നലെ ഒരാളെ കൂടി, അതായത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സുനിൽകുമാറാണ് മഹസർ തയ്യാറാക്കിയത് എന്നതാണ്. മാത്രവുമല്ല 2019 കൊടുത്തുവിടുമ്പോൾ മഹസറിൽ ഒപ്പിട്ട ഒരാളാണ് സുനിൽകുമാർ. തിരിച്ചു വരുമ്പോൾ മഹസർ തയ്യാറാക്കിയത് സുനിൽകുമാറാണ് എന്നാണ് മാധ്യമത്തിൻ്റെ വാർത്ത. ഇതാണ് മാധ്യമത്തിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. എന്നാൽ മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ഈ വാർത്തയുടെ മാനം തന്നെ മാറുന്നു. ആ മഹസറും പൂഴ്ത്തി എന്നാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന വാർത്ത. ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ മാതൃഭൂമി പത്രമാണ് എല്ലാവരേക്കാളും വേഗത്തിൽ വാർത്തകൾ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് തലേ ദിവസം തന്നെ വരുന്ന വാർത്ത, അവർ ഇന്നടിക്കുന്ന വാർത്ത പിറ്റേ ദിവസം, ഇന്നും മഷി പുരണ്ട് ഇറങ്ങിയിരിക്കുന്ന വാർത്തകൾ പിന്നീട് മറ്റ് മാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നതാണ് വസ്തുത. സ്വർണം നഷ്ടപ്പെട്ടതും ഇത്ര ഗ്രാം വെച്ചാണ് നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമിയായിരുന്നു, പത്രമായിരുന്നു. രാജേഷാണ് അതും എഴുതിയത് പത്തനംതിട്ടയിൽ നിന്ന്. ഇന്ന് മഹസറും പൂഴ്ത്തി എന്നതും രാജേഷിൻ്റെ തന്നെ വാർത്തയാണ്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ മഹസറും പൂഴ്ത്തി. 2019 എഴുതിയ മഹസറിൻ്റെ പകർപ്പ് മേലോഫീസിലേക്ക് സാധാരണ അയക്കണം. അതായത് കാർബൺ കോപ്പി വെച്ചുകൊണ്ട് എഴുതിയത് മേലോട്ട് തൊട്ട് മുകളിലുള്ള ഓഫീസിലേക്ക് അയക്കണമെന്നാണ്. അതായത് തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാരാണോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അയക്കണമെന്നാണ്. എന്നാൽ അങ്ങനെ അയച്ചില്ല എന്നതാണ് മഹസറും പൂഴ്ത്തി വെച്ചു എന്നതാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് നൽകേണ്ടത്. ഭരണപരമായ കാര്യങ്ങളുടെ മഹസർ ദേവസ്വം കമ്മീഷണർക്കും വിലപിടിച്ച വസ്തുക്കളുടെ മഹസർ തിരുവാഭരണ കമ്മീഷണർക്കുമാണ് നൽകേണ്ടത്. എന്നാൽ 2019 ജൂലൈയിൽ പാളികൾ അഴിച്ചെടുത്തതിൻ്റെ മഹസർ തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിലേക്ക് പോയിട്ടില്ല, റിപ്പോർട്ട് മാത്രമാണ് പോയത്. അതായത് ഈ മഹസർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടുണ്ടാക്കി ഇത് മാത്രമാണ് നൽകിയത്. മഹസറിൻ്റെ പകർപ്പ് മുകളിലുള്ള ഓഫീസുകളിലേക്ക് പോയില്ല. ഒരാൾക്ക് കൂടി സസ്പെൻഷൻ ഇന്നലെ കൊടുത്തു. അതിനൊപ്പം തന്നെ 2 പേർ മാത്രമാണ് സർവീസിൽ ഇപ്പോഴുള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒന്ന് മുരാരി ബാബുവും പിന്നെ ഇന്നലെ സസ്പെൻഡിലായ സുനിൽകുമാറും.
ബാക്കി റിട്ടയർ ചെയ്ത എല്ലാ ഉദ്യോഗസ്ഥരോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. വിശദീകരണം നൽകേണ്ട പ്രതികളുടെ പേരുകൾ മാധ്യമം ഒന്നാം പേജിൽ തന്നെ പ്രത്യേകം നൽകിയിട്ടുമുണ്ട്. ഇനി ഒന്നാം പേജിൽ തന്നെയുള്ള മാധ്യമത്തിൻ്റെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനീഷാണല്ലോ. അബിൻ വർക്കി ആയിരിക്കുമെന്ന്, സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന അബിൻ വർക്കി ആയിരിക്കും ആ സ്ഥാനത്തേക്ക് കടന്നു വരിക എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതായില്ല. അബിൻ വർക്കി അതിലുള്ള അതൃപ്തി, ദേശീയ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ആക്കിയത്, അതിലുള്ള അതൃപ്തി അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അദ്ദേഹം ദേശീയ തലത്തിലേക്കില്ല. സംസ്ഥാനത്ത് തദ്ദേശീയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം താൻ മുകളിലേക്കില്ല, അതായത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു എന്നാണ്. മാത്രവുമല്ല, പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ തഴയപ്പെട്ടതെന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്നു. താനൊരു ക്രിസ്ത്യാനിയായതാണോ തൻ്റെ കുഴപ്പമെന്ന് നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടതെന്നും സ്ഥാനം ലഭിക്കാത്തതിന് കാരണമായി അദ്ദേഹം വിശദീകരണം എന്ന പോലെ ചോദിക്കുകയാണ്. മാതൃഭൂമിയിൽ തന്നെ മാധ്യമത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ തന്നെ വരുന്നത് ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഒരു ആചാര ലംഘനം നടന്നിരിക്കുന്നു എന്ന് തന്ത്രിയും ഇപ്പോൾ ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ദേവന് നിവേദിച്ച ശേഷമാണ് സദ്യ മറ്റുള്ളവർക്ക് നൽകേണ്ടത്. പക്ഷേ ഇവിടെ മന്ത്രിക്കും കൂട്ടർക്കും പോകാൻ തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സദ്യ നേരത്തെ മന്ത്രിക്കും കൂട്ടർക്കും നേദിക്കുന്നതിന് മുമ്പ് തന്നെ വിളമ്പുകയായിരുന്നു. അത് അന്ന് തന്നെ വിവാദമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അക്കാര്യത്തിൽ BJP അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയപ്പോൾ ഇക്കാര്യത്തിൽ തന്ത്രിയോട് തന്നെ ഒരു നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ഒരു കത്ത് എഴുതി വിശദീകരണം, അഭിപ്രായം തേടുകയായിരുന്നു ദേവസ്വം ബോർഡ് ചെയ്ത്. ദേവസ്വം ബോർഡിന് ഇപ്പോൾ തന്ത്രി മറുപടി നൽകിയിരിക്കുന്നു. ആചാര ലംഘനം തന്നെയാണ് നടന്നത്. അതിന് പകരം പരിഹാരക്രിയകൾ ചെയ്യണമെന്നാണ് തന്ത്രി പരമേശ്വരൻ വസുദേവൻ ഭട്ടത്തിരിപ്പാട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 14 ഈ വള്ളസദ്യ നടന്നത്. അന്നാണ് മന്ത്രി വി എൻ വാസവനും സംഘവും നേരത്തെ ഭക്ഷണം കഴിച്ച് പോയത്. പരിഹാരക്രിയയുടെ ഭാഗമായി വള്ളസദ്യയുടെ നടത്തിപ്പ് ചുമതലക്കാരായ പള്ളിയോടം സേവാസംഘത്തിൻ്റെ മുഴുവൻ പ്രതിനിധികളും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും പരസ്യമായി ദേവന് മുൻപിൽ ഉരുളി വെച്ച് എണ്ണപ്പണം സമർപ്പിക്കണം. 11 പറ അരിയുടെ ചോറ് വയ്ക്കണം, സദ്യ ഉണ്ടാക്കണം, 4 കൂട്ടം കറി ഉണ്ടാകണം. അതിൽ 1 പറ അരി നിവേദ്യവും 4 കറികളും നൽകണം, നിവേദ്യമായിട്ട് നൽകണം. ദേവന് സദ്യ സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളമ്പണമെന്നും തന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇനി അബദ്ധമുണ്ടാവില്ലെന്ന്, വിധിപരമായ സദ്യ നടത്തിക്കൊള്ളാമെന്നും സത്യം ചെയ്യണമെന്നുമാണ് കത്തിൽ തന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതായത് ദേവന് നൽകിയ ശേഷം മാത്രമേ ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകുള്ളൂ. ഒരുവിധം എല്ലാ അമ്പലങ്ങളിലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ മന്ത്രിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആചാര ലംഘനം നടന്നിരിക്കുന്നു ഇവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആചാര സംരക്ഷണത്തിൻ്റെ ഒരു കാലം കൂടിയായത് കൊണ്ട് തന്നെ ഇതെല്ലാം വലിയ വിവാദങ്ങളായി മാറുന്ന ഒന്നുകൂടിയാണ്. അക്കാര്യത്തിൽ മന്ത്രിയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാണ് തോന്നുന്നത്. മതവികാരങ്ങൾ ഇളക്കാതെ പ്രവർത്തിക്കുക എന്നതായിരിക്കും ഒരു ജനാധിപത്യ സമൂഹത്തിന്, ഒരു മതേതര സമൂഹത്തിന് ഏറ്റവും നല്ലത് എന്നാണ്. വിശ്വാസങ്ങളെ ഹനിക്കാതെ പെരുമാറുക എന്തായിരിക്കും ഒരുപക്ഷെ ഒരു മതേതര സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ് അവിടെ ഭൂഷണമെന്ന് തോന്നുന്നു. സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടുപോകുന്നത് മാധ്യമവും സിറാജും ഒന്നാം പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പവന് 94,120 രൂപയിലെത്തിയെന്ന് ഇരുവരും പറയുന്നു. ഒരു ഘട്ടത്തിൽ 94,360 രൂപയിലെത്തിയിരുന്നു. പിന്നീടാണ് അത് ചാഞ്ചാട്ടം. അത് അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഔൺസിന് $4,100 കൂടി. അതിനുശേഷമാണ് നേരിയ വ്യത്യാസമുണ്ടായത്. ഇന്നലെ UAE-യിലും അത് ദിർഹം 24 ക്യാരറ്റിന് 1 ഗ്രാമിന് 500 ദിർഹം വരെ കടന്ന ശേഷം 502.5 ദിർഹം വരെ എത്തിയിരുന്നു. പിന്നീടത് വൈകുന്നേരം ക്ലോസ് ചെയ്യാൻ നേരത്തെ 5 ദിർഹം താഴ്ന്നാണ് വില ക്ലോസ് ചെയ്തത്. മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഇന്ന് മുഴുവൻ വാർത്തയാണ് പരസ്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ്.
അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്. അതിൽ പാകിസ്ഥാൻ്റെ 100 സൈനികരെ വധിച്ചു എന്ന് ലഫ്റ്റനൻറ്റ് ജനറൽ രാജീവ് കൈ ഇന്നലെ 34 രാജ്യങ്ങളുടെ സേനാ മേധാവിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കവേ, ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ അദ്ദേഹം വ്യക്തമാക്കി. അതായത് പാകിസ്ഥാൻ ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 100 സൈനികർക്കാണ് മെഡൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഓപ്പറേഷൻ സിന്ദൂറിൽ അത്രയും പേർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് എന്നാണ്. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ വരുത്തി വെച്ച നാശനഷ്ടങ്ങൾ, എന്തുകൊണ്ട് ഇന്ത്യ ആക്രമിച്ചു എന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിശദീകരിച്ചു. പഹൽഗാം ഭീകരരെ വധിക്കാൻ ഞങ്ങൾ 96 ദിവസം എടുത്തു എന്ന കാര്യവും അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. പക്ഷേ 3 പേരെയും അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ കൊന്നൊടുക്കുക എന്നതും വാർത്തയും ഇതിൽ തന്നെ പറയുന്നു. നവജാത ശിശുക്കളിൽ ജനിതക വൈകല്യം കൂടുന്നു എന്നൊരു വാർത്ത കൂടി മാതൃഭൂമിയുടെ 1-ാം പേജിൽ തന്നെയുണ്ട്. 1-ാം പേജിൽ അത് നിയമസഭാ സമിതി, ശൈല ടീച്ചറുടെ നേതൃത്വത്തിലുള്ള നിയമസഭാ സമിതിയുടെ കണ്ടെത്തലാണ്. ഇത് ഏറ്റവും കൂടുതൽ ഈ ജനിതക വൈകല്യം കൂടുന്ന നവജാത ശിശുക്കളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെയാണ് കൂടുതലായിട്ട്. കഴിഞ്ഞ 3 വർഷവും അത് കൂടിക്കൂടി വരുന്നു എന്നതാണ് ശ്രദ്ധേയം. അതേസമയം കാസർഗോഡ് അത് കുറഞ്ഞു വരികയുമാണ്. സാധാരണഗതിയിൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഇത്തരത്തിൽ റിമോട്ടായിട്ടുള്ള ജില്ലകളിലാണ് ഇത് കൂടാറ്. നഗരകേന്ദ്രീകൃതമായിട്ടുള്ള ജില്ലകളിൽ ഇത് കുറയുന്നു എന്നാണ് കരുതുന്നത്. അർബൻ ജില്ലകളിൽ ഇത് കുറയുന്നു എന്നാണ്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലവും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് പോലും നേരിയ തോതിലുള്ള വ്യത്യാസം, വർധന തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചൊരു ജനിതക വൈകല്യം കൂടുന്നതിനെ സംബന്ധിച്ച് പഠനം നടത്തണമെന്നാണ്. എന്താണ് ഇതിന് കാരണം എന്ന് ഈ നിയമസഭാ സമിതി കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അക്കാര്യത്തിൽ പഠനം നടത്തിയിട്ടില്ല. അക്കാര്യത്തിലൊരു പഠനം നടത്തണമെന്നും നിയമസഭാ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഇന്നത്തെ ചിത്രം എന്ന് പറയുന്നത് മാതൃഭൂമിയിലാണ്. ഇന്നത്തെ ചിത്രത്തിൽ പറയുന്നത് ശബരിമല വിശ്വാസകരങ്ങൾ എന്ന തലക്കെട്ടിലാണ് പടം കൊടുത്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച KPCCയുടെ കോൺഗ്രസിൻ്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടകൻ വി.ഡി. സതീശൻ, ജാഥ ലീഡർ മുരളീധരൻ എന്നിവരുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്ന മുതിർന്ന കോൺഗ്രസ് പ്രവർത്തക നാരായണി അമ്മയുടെ ഫോട്ടോയാണ്, രാംനാഥ് പൈയുടെ ഫോട്ടോയാണ്. ഇതാണ് ആ പടം. ഇന്നത്തെ പടമായിട്ട് തന്നെ ഇതിനെ കാണാൻ 2 പേരുടെയും തലയിൽ കൈവച്ച് നാരായണി അമ്മ അനുഗ്രഹിക്കുന്നതാണ്. കോൺഗ്രസ് അപ്പോൾ ശബരിമല ഒരു രാഷ്ട്രീയ വിഷയമാക്കി എടുത്തിരിക്കുന്നു. രാഷ്ട്രീയ പ്രചാരണം, അടുത്ത തെരഞ്ഞെടുപ്പിൽ അതൊരു രാഷ്ട്രീയ പ്രചരണമാക്കി എടുക്കാൻ പോകുന്നു എന്നതാണ്. പിന്നെ ടിൽറ്റിംഗ് വരുന്നു, തീവണ്ടികൾ വളവിൽ വെച്ച് വേഗം കുറയ്ക്കേണ്ട എന്ന ഒരു പ്രിൻസ് മാത്യു തോമസിൻ്റെ വാർത്തയും മാതൃഭൂമിയുടെ 1-ാം പേജിലുണ്ട്. അതായത് കേരളത്തിലുള്ള ഏറ്റവും പ്രശ്നം വളവുകൾ കൂടുതലാണ് കേരളത്തിലെ റെയിൽപാതകളിൽ നിന്നാണ്. അവിടെ എത്തുമ്പോൾ ട്രെയിനുകൾക്ക് വേഗത കുറയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ ടിൽറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരില്ല എന്നതാണ്. ഇപ്പോൾ ഈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ICF ചെന്നൈയിലെ ICFൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന പുതിയ കോച്ചുകളിൽ അത് പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വേഗം കുറയ്ക്കാതെ, അതായത് കൂടുതൽ സ്ഥലമെടുപ്പ് നടത്താതെ, റെയിൽപാളങ്ങൾ നിവർത്താതെയോ ഒന്നും ചെയ്യാതെ നിലവിലെ ട്രാക്കിൽ തന്നെ വേഗത കൂട്ടാൻ സാധിക്കുമെന്നാണ്. 2 തരം ടിൽറ്റുകളാണുള്ളത്. ഒന്ന് പാസീവ് ടിൽറ്റും മറ്റൊന്ന് ആക്റ്റീവ് ടിൽറ്റുമാണ്. ഒന്ന് ഇലക്ട്രിക് ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതും, ഒന്ന് വേഗത്തിൻ്റെ സ്വാധീനത്തിൽ കോച്ചുകൾ സ്വയം ചെരിയുന്ന ഇതാണ്, അത് പാസീവ് ടിൽറ്റിംഗ് എന്ന് പറയും. അതല്ലാതെ ഇലക്ട്രിക് ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ച് കോച്ചുകൾ കൃത്യമായ അളവിൽ ചെരിയുന്ന ആക്റ്റീവ് ടിൽറ്റിങ്ങും ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചൊക്കെ, ഹൈഡ്രോളിക് ടിൽറ്റിംഗ് ബോഗികളാണ് ഇനി ഉപയോഗിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ സാങ്കേതികത്വമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഏതായാലും അതൊരു പുതിയ സാങ്കേതിക വിദ്യയാണ്. അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളിൽ വരേണ്ടത് അനിവാര്യവുമാണ്. ഉൾപേജുകളിലേക്ക് പോവുകയാണെങ്കിൽ ഗോൾഡൻ വിസക്കാർക്ക് UAE കോൺസുലർ സേവനം നൽകാൻ തീരുമാനിച്ചു എന്ന സാധനമാണ് പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായി മാധ്യമം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ BR ഷെട്ടി, NMC ഹോസ്പിറ്റലിൻ്റെ ഉടമയായിരുന്ന BR ഷെട്ടിക്ക് SBIക്ക് 382 കോടി നൽകാൻ ഉത്തരവിട്ടുകൊണ്ട് ദുബായ് കോടതിയുടെ വിധി വന്നതാണ്. അതിൽ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് തട്ടിക്കാൻ
തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതാണ്, അതിൽ എൻ്റെ ഒപ്പ് വ്യാജമാണ് എന്നെല്ലാം അദ്ദേഹം വാദിച്ചിരുന്നു. ഈ വാദങ്ങളെല്ലാം തന്നെ നുണകളുടെ ഘോഷയാത്രയാണ് എന്നാണ് കോടതി പരാമർശിച്ചത്, നിരീക്ഷിച്ചത്. ഇത്രയും രൂപ, കോടികൾ പൈസ കെട്ടിവയ്ക്കാൻ ഉത്തരവിട്ടുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ അവരുടെ പല ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ പല കെട്ടിടങ്ങളും പലർക്കുമായി മറിച്ചു വിൽക്കാനും തുടങ്ങിയിരിക്കുന്നു. ഒപ്പം വിസ നിയമലംഘകരെ കണ്ടെത്താൻ സ്മാർട്ട് കാറുകൾ വരുന്നു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അതിനൊരു പ്രത്യേക കാറ് നിരത്തിലിറക്കാൻ പോവുകയാണ് ദുബായ്. ഇതിൻ്റെ കാറിന് 6 ക്യാമറകളുണ്ട് ചുറ്റുമായിട്ട്. 360 ഡിഗ്രിയും അത് സ്കാൻ ചെയ്യും. 10 മീറ്റർ അകലെ നിൽക്കുന്ന ആളുടെ മുഖം പോലും ഫേഷ്യൽ സ്കാനിങ് ചെയ്യും. അങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിസ ലംഘകനെ കണ്ടെത്തിയാൽ അയാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ആ വാഹനത്തിൻ്റെ ലക്ഷ്യം. ആദ്യം അത് ദുബൈയിലാണ്, പിന്നീട് അത് വിവിധ എമിറേറ്റുകളിലേക്കും അതിൻ്റെ സേവനം വർദ്ധിപ്പിക്കും. ഇതാണ്. ഇതിനൊപ്പം തന്നെ ഉൾപേജുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മുൻ MLA ആയിരുന്ന ബാബു എം പാലിശ്ശേരി, കുന്നംകുളം MLA ആയിരുന്ന ബാബു എം പാലിശ്ശേരിയുടെ മരണവാർത്ത ഉൾപേജുകളിൽ എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ ഉൾപേജിൽ പ്രധാനപ്പെട്ടുമുള്ളത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ UAE പ്രസിഡന്റിന് നിർദ്ദേശം വന്നത് ഉൾപേജിലുണ്ട്. അതുപോലെ UAE ഗോൾഡൻ വിസ ഉടമകൾക്ക് കോൺസുലർ സേവനം നൽകുന്നു എന്നതും അതിൻ്റെ ഹോട്ട്ലൈൻ നമ്പറും മാതൃഭൂമി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉടൻ ദുബായ് നിരത്തിലേക്ക് ഓടാനായിട്ട് റോബോ ടാക്സികൾ, ഡ്രൈവറില്ല ടാക്സികൾ ഉടൻ തന്നെ ദുബൈയുടെ നിരത്തിലൂടെ അടുത്ത മാർച്ചോടുകൂടി ഓടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാർത്തയെല്ലാം തന്നെ മാതൃഭൂമി ഉൾപേജുകളിലേക്ക് എത്തിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതൃമാറ്റത്തിൽ സ്ഥാനം നിരസിക്കൽ ഐ ഗ്രൂപ്പ് തീരുമാനം. അതായത് വേണ്ട എന്ന് തീരുമാനിക്കാനാണ്, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കാനാണ് ഐ ഗ്രൂപ്പിൻ്റെ തീരുമാനം എന്നാണ് തീരുമാനം. അത് ഉൾപേജുകളിൽ കാണുന്നു. MTV സംഗീത ചാനലുകളുടെ മേധാവിയായിരുന്നു. ഒരു കാലത്ത് യുവത്വത്തെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിച്ചിരുന്നതായിരുന്നു MTV എന്ന ചാനൽ. ആ ചാനൽ ഇനി പ്രവർത്തിക്കുന്നില്ല. 40 വർഷങ്ങൾക്ക് ശേഷം, 4 പതിറ്റാണ്ടിന് ശേഷം അതിൻ്റെ സേവനം അവസാനിപ്പിക്കുന്നു എന്ന വാർത്തയാണ് ഉൾപേജിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ ഉള്ള വാർത്തകളാണ് ഉള്ളിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് പത്രങ്ങളുടെ നിലപാട് പറയുന്ന മുഖപ്രസംഗം നോക്കാം. ഗാസയ്ക്ക് മുകളിൽ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ എന്നാണ് മാതൃഭൂമി മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. 3 പത്രങ്ങളിൽ നിന്ന് 3 മുഖപ്രസംഗങ്ങളാണ്, 3 വിഷയങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒരാൾ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം, താലിബാൻ ബന്ധം വിളക്കി ചേർക്കുന്ന ഇന്ത്യ എന്ന പേരിൽ മാധ്യമം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. മാതൃഭൂമിയാകട്ടെ ഗാസയ്ക്ക് മുകളിൽ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തെക്കുറിച്ചുള്ള ഒരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. എന്നാൽ സിറാജാകട്ടെ ലാലു കുടുംബത്തിന് പുതിയ കുരുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് IRCTC കേസിൽ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനുമെതിരെയുള്ള കേസിൻ്റെ വിവരങ്ങളാണ്, കേസുമായി സംബന്ധിച്ചാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ പറയാനുള്ളത്, ലാലു റെയിൽ മന്ത്രിയായിരിക്കുമ്പോൾ IRCTC സ്ഥലം അത് സുജാത ഹോട്ടൽസിന് മറിച്ച് നൽകി എന്നതാണ് ഈ കേസ്. ഇതിൽ റോസ് അവന്യൂ കോടതിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. റോസ് അവന്യൂ കോടതിയിലാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലയോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലൊരു അന്വേഷണം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കേസ് വരുന്നത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒന്നായാണ് കരുതുക. ഇത് കോടതിയിലെത്തിയിരിക്കുന്നു, കുറ്റപത്രത്തിലെത്തിയിരിക്കുന്നു. ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നതാണ്. പക്ഷേ ഇത് ബാധിക്കില്ല എന്ന നിരീക്ഷണമാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ളത്. കാരണം കഴിഞ്ഞ തവണ ലോക്സഭ ഇലക്ഷന് തൊട്ട് മുമ്പാണ് ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഷിബു സോറനെ ഹേമന്ത് സോറൻ അകത്ത് പോകുന്നത്. ഹേമന്ത് സോറനെ ജയിലിലിട്ടിട്ട് പോലും അദ്ദേഹം തിരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷമാണ് തെരഞ്ഞെടുപ്പ്, അധികം വൈകാതെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നിട്ടും അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടു കൂടി ഹേമന്ത് സോറൻ്റെ പാർട്ടി JMM ജാർഖണ്ഡ് മുക്തി മോർച്ച അധികാരം പിടിച്ചെടുത്തു. അതുകൊണ്ട്
ജനങ്ങൾ ഇത് ചിലപ്പോൾ വില വയ്ക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന IRCTC കേസൊക്കെ നടന്ന കാലം കുറേയായി. അതിനുശേഷം ഇപ്പോൾ 10-20 വർഷങ്ങൾക്ക് ശേഷം ആ കേസുമായി വരുമ്പോൾ, അതിലൊരു കുറ്റപത്രമായി വരുമ്പോൾ ജനങ്ങൾ അതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. അഴിമതിയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റോസമനി കോടതിയിലെ ജഡ്ജി ഈ കേസിൽ നിരീക്ഷണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ശരിയാണ്, അഴിമതി വലിയ ശാപം തന്നെയാണ്. പക്ഷേ ഇത്രയും വൈകിക്കൊണ്ട് ഒരു കേസിൽ, ഏത് അഴിമതി കേസായാലും ശരി, 10-20 വർഷങ്ങൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ലാലുവിൻ്റെയൊക്കെ ആരോഗ്യസ്ഥിതി നമുക്കറിയാം. അദ്ദേഹം അത്രയും വൈകിക്കൊണ്ട് മാത്രം നടപടിയെടുക്കുക എന്ന നീതിന്യായ വ്യവസ്ഥിതിയിൽ ഡിലേ ആകുന്നതും ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ ഇതൊരു വിഷയമാകുമോ എന്ന് കണ്ടറിയണം. ആവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. നിതീഷ് കുമാറും സംഘവും ഇത് ഒരു വിഷയമാക്കാൻ ശ്രമിച്ചാൽ പോലും അത് ജനങ്ങൾ അതിനെ ഏറ്റെടുക്കണം എന്ന് ഇല്ല. ഇന്നലെ സുപ്രീം കോടതിയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത സിറാജിൻ്റെ 1-ാം പേജിലുണ്ട്. അത് EDക്കെതിരെയാണ്. ഈ അന്വേഷണ ഏജൻസികളുടെ ഈ മുഖപ്രസംഗം പറയുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയാമെന്ന് കരുതിയാണ് അത് മാറ്റിവെച്ചത്. EDക്കെതിരെ ഇന്നലെ രൂക്ഷ വിമർശനം സുപ്രീം കോടതി നടത്തിയതിനെക്കുറിച്ചാണ്. തമിഴ്നാട്ടിലെ ടാസ്മാക്കുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. അത് ടാസ്മാക്കിൽ ഒരു തട്ടിപ്പുകൾ നടന്നു, അഴിമതി നടന്നത് ചെറിയ ഇടനില ചില ആളുകൾ നടത്തിയ ഇതായിരുന്നു. എന്താ പറയുക, തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിനെതിരായ ED അന്വേഷണം. അവിടുത്തെ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ED ഇടപെടുന്നു. ED പോയിട്ട് ടാസ്മാക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ റെയ്ഡ് നടത്തുന്നു. താഴെത്തട്ടിലുള്ള 1-2 കടക്കാർ നടത്തിയ തട്ടിപ്പിനെയാണ് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി റെയ്ഡ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ആണ് എങ്കിൽ ഫെഡറൽ സംവിധാനം എങ്ങനെ നിലനിൽക്കും, ഫെഡറലിസത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് ഗവായ് ഉന്നയിച്ച ചോദ്യം. ഗവായിയുടെ രൂക്ഷമായ വിമർശനത്തിനും ED ഇന്നലെ പാത്രമായി. ED നേരത്തെ അന്വേഷിച്ച പല കേസുകളുടെയും അവസ്ഥ എന്തായി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം പല കേസുകളും അന്വേഷണം തുടങ്ങുകയും അതെല്ലാം വഴിയിൽ കടക്കുകയും ചെയ്യുകയാണ്. ഒന്നിലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ പലപ്പോഴും ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസുകളാണ് എന്നൊരു വാദം ഉയരുന്ന സമയത്ത് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്ന സമയത്ത് തന്നെയാണ് പരമോന്നത നീതിപീഠത്തിൻ്റെ മുഖ്യ ന്യായാധിപൻ തന്നെ ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കുന്നത്. പല കേസുകളും നിങ്ങൾ തുടങ്ങിയിട്ട് എന്തായി എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നൊരു മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു. ED എങ്ങനെയാണ് സർക്കാരിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് ചെയ്യാൻ കഴിയുമെന്ന് കപിൽ സിബൽ, ടാസ്മാക്കിന് വേണ്ടി ഹാജരാകിയത് കപിൽ സിബൽ ചോദിച്ചു. അതായത് 2014-21 അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ് ഈ സംസ്ഥാന വിജിലൻസ് തന്നെ 47 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ തന്നെ ചില്ലറ വ്യാപാരികളാണ് അഴിമതി നടത്തിയത്. അതിനാണ് പോയിട്ട് അവരുടെ ഹെഡ് ഓഫീസിൽ തന്നെ റെയ്ഡ് ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന എല്ലാ കമ്പ്യൂട്ടറും അങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തത്. പിന്നെ വിജിലൻസ് അന്വേഷിക്കാൻ നേരത്ത് എന്തെടുത്തിട്ട് അന്വേഷിക്കും? അവിടെ ഓൾറെഡി ഒരു സ്റ്റേറ്റ് ഏജൻസി അന്വേഷണം നടത്തുകയാണ്. അവർക്ക് അന്വേഷണം നടത്താനുള്ള ഒരു സംവിധാനവും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി EDയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് വിജിലൻസിൽ നിന്ന് ശേഖരിച്ചുകൂടാ എന്ന ചോദ്യം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചോദിക്കുകയുണ്ടായി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്നലെയുമായി ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു വാർത്ത, BJP അവരുടെ 71 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കി എന്നതാണ്. 77 സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്നലെ പുറപ്പെടുവിച്ചു. അതിൽ മാഞ്ചിയുമായുള്ള തർക്കമായിരുന്നു അവസാനം പരിഹരിക്കപ്പെടാനുണ്ടായിരുന്നത്. അത് പരിഹരിച്ച ശേഷമാണ് ഇന്നലെ 71 പേരുടെ ആദ്യ പട്ടിക പുറപ്പെടുവിച്ചത്. അതേസമയം RJDയിലാകട്ടെ ഒരു കൗതുകകരമായൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. അതായത് ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ RJD സ്ഥാനാർത്ഥികളെ പ്രസിഡന്റ് ലാലു പ്രസാദ് യാദവ് പ്രഖ്യാപിക്കുകയുണ്ടായി. ലാലു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ അതിനെ തേജസ്വി യാദവ് പിൻവലിക്കുകയും ചെയ്തു. പിതാവിൻ്റെ നടപടി തടഞ്ഞ മകൻ തേജസ്വി യാദവ് സാങ്കേതിക പ്രശ്നമെന്നാണ് അതിന് കാരണമായി പറഞ്ഞത്. എന്നിട്ട് പ്രഖ്യാപിച്ച ടിക്കറ്റുകൾ അതല്ലെങ്കിൽ സീറ്റുകൾ തിരിച്ചെടുക്കുകയും ചെയ്തു.
ടിക്കറ്റുകൾ ആർ ജെ ഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ആർ ജെ ഡി ഓരോ സ്ഥാനാർത്ഥികൾക്കും ടിക്കറ്റാണ് നൽകുന്നത്. നമ്മളിവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു, ഇവിടെ താനാണ് സ്ഥാനാർത്ഥി എന്നൊരു ടിക്കറ്റ് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ റാബ്രിയുടെ വീടിന് മുന്നിലെത്തിക്കൊണ്ട് ആളുകൾ ലാലുവിൽ നിന്ന് അങ്ങനെ ടിക്കറ്റ് വാങ്ങി പോവുകയാണ് ചെയ്തത്. ആ ടിക്കറ്റുകളെല്ലാം ഇന്നലെ ആർ ജെ ഡിയുടെ നേതാവ് കൂടിയായ തേജസ്വി യാദവ്, ഡെപ്യൂട്ടി മുമ്പ് പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ആ ടിക്കറ്റുകളെല്ലാം തന്നെ തിരിച്ചു വാങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് അത് ഒരു സാങ്കേതിക പ്രശ്നം പറ്റിയതാണെന്ന് തേജസ്വി യാദവ് വിശദീകരിക്കുകയും ചെയ്തു. ഇത്രയും സ്പോർട്സ് പേജിലേക്ക് കിടക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്ത പരമ്പര നേടിയ ഇന്ത്യൻ ടീമിൻ്റെ കപ്പുമായി നിൽക്കുന്ന പടം, അതിന് വെസ്റ്റ് ഇൻഡീസ് എന്നുള്ളതിന് വെസ്റ്റ് ഇന്ത്യ എന്നാക്കിയിട്ട് മാതൃഭൂമി തലക്കെട്ട് നൽകിയിരിക്കുന്നു. വെസ്റ്റ് ഇൻഡീസ് എന്നുള്ളതിനെ വിൻഡീസ് എന്നുള്ളതിനെ തിരിച്ചിട്ടുകൊണ്ട് ഡീസൻറ്റ് വിൻ എന്ന ഒരു തലക്കെട്ട് സിറാജ് ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ മാധ്യമമാകട്ടെ ശുഭം സുന്ദരം എന്ന് എഴുതിക്കൊണ്ട് വാർത്ത ഇവിടെ തലക്കെട്ട് നേരിട്ട് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, കഴിഞ്ഞ ദിവസം മാധ്യമം സ്പോർട്സ് പേജിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു, നവംബർ 17 തന്നെ മെസ്സിയും സംഘവും കേരളത്തിലെത്തുമോ എന്ന കാര്യം. എന്നാൽ ഇന്ന് ആ വാർത്ത അവർ സ്ഥിരീകരിക്കുന്നു. മത്സരം നവംബർ 17 തന്നെ എന്നവർ പറയുന്നു. കഴിഞ്ഞ ദിവസം അവർ ആഫ്രിക്കയിലായിരിക്കും എന്ന ഒരു ആശങ്കപ്പെടുത്തുന്നൊരു വാർത്ത പങ്കുവച്ചിരുന്നു. അതിനെ വിഷഹാരി എന്ന രീതിയിൽ തന്നെ ഇന്ന് അവർ ആ വാർത്ത തിരുത്തിയിരിക്കുന്നു. ഏതായാലും നവംബർ 16 AR റഹ്മാൻ, ഹനുമാൻ കൈൻഡ് എന്നിവരുടെ പ്രകടനങ്ങളും ഉണ്ടാകും. 18-നും 19-നും ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുമെന്നും വാർത്തയിൽ പറയുന്നു. സ്പോൺസർമാരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്.